ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഹോളിയുടെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അയൽവാസികളൊക്കെ രാവിലെ തന്നെ അവർ ഹോളി കളിക്കാൻ താഴേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ഫ്ലോറിലുള്ള എല്ലാവരുടെ അടുത്തും കളറൊക്കെ തേച്ചിട്ടാട്ടോ പിന്നെ താഴേക്ക് പോവുക. അപ്പോൾ അവരുടെ മക്കളൊക്കെ വന്നിട്ട് നമ്മൾ കളറൊക്കെ തേച്ച്, അപ്പോൾ ഞാനും കുറച്ച് അവരുടെ മേലൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ പൊടികളൊക്കെ തേക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. പൊതുവേ ഞാൻ അങ്ങനെ ഹോളി ആഘോഷത്തിന് പോകാറില്ല. അവർ ലാസ്റ്റ് വെള്ളമൊക്കെ മേലേക്ക് അടിക്കുമ്പോൾ അത് ഭയങ്കര ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിക്കുക, നിങ്ങൾ വരുന്നില്ലേ താഴേക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പോവാറില്ല, ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, പോവേണ്ടി വന്നു. അങ്ങനെ മോളെ ഫ്രണ്ടും ഒക്കെ വന്നിട്ട് കളർ അങ്ങനെ തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ കുറച്ച് തേച്ചാൽ മതി, ഒരു പൊട്ട പോലെ ഗോപി കുറി പോലെ തൊടുകയാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ അവർ ഫുള്ളങ്ങ് വാരി തേക്കുക ചെയ്യുക. അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്കൊക്കെ അത് വാരി പൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഇതങ്ങനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വാരി തേക്കുക ചെയ്തത്. ചേട്ടനും മോളൊക്കെ തിരിച്ച് വരുമ്പോൾ വേറൊരു കളറിലാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ അച്ഛനും മോളും ഒക്കെ വാരി തേച്ച് പിന്നെ അവരെല്ലാവരും താഴേക്ക് പോയിട്ടോ. മോളെ ഫ്രണ്ടും പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ മലയാളി ഫ്രണ്ട്സൊക്കെ വന്ന് അവരെ വക വാരി തേക്കുന്നു കേട്ടോ. അപ്പോൾ അവർ ഇപ്രാവശ്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി താഴെ വരാതിരിക്കാൻ പറ്റില്ല, എന്തായാലും താഴെ വരണം, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട് പറയട്ടോ, ഞങ്ങൾ താഴെ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ TV ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ ഇട്ടതുകൊണ്ടാണ്, പിന്നെ വീടിൻ്റെ ചുറ്റും പാട്ടാണ്, മറ്റുള്ള റെസിഡൻസിലൊക്കെ പാട്ട് വെച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞാൽ നമുക്ക് താഴെ എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട സീനാട്ടോ. ചളിവെള്ളമാണ് കൊണ്ടൊഴിക്കുന്നത് കേട്ടോ. ആ പാർക്കിൽ ഫുള്ള് വെള്ളം കൊണ്ടുള്ളൊരു കളിയായിരുന്നു. ആരും ആരും നനയ്ക്കാതെ ഒരാളും ഇല്ല കേട്ടോ, നനഞ്ഞിരിക്കുക എല്ലാവരും. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്കൊരു പേടി, കാരണം വെള്ളം എപ്പോഴാണ് വന്ന് അടിച്ചുകൂടാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചൊളിച്ചാട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഫോണ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കിയിട്ടാട്ടോ കൊണ്ടുപോയത്, കാരണം ഫുള്ള് വെള്ളത്തിലുള്ള കളിയല്ലേ, ആരും പറയാനും പറ്റില്ല. അപ്പം അവിടെ എല്ലാവരും ഞങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി രാവിലെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഡാൻസും പാട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മളും കൂൾ ഡ്രിങ്ക്സും അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏട്ടനൊക്കെ അങ്ങോട്ടേക്ക് പോയി. അപ്പം എന്നോട് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നല്ല തണുപ്പുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പ് ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കും കേട്ടോ. തണുപ്പ് എന്ന് പറയുമ്പം കൂൾ ഡ്രിങ്ക്സൊക്കെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രൈ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അവിടെയൊക്കെ പോയിരുന്നൊക്കെ കഴിച്ച്. അപ്പോൾ കുട്ടികളുടെ വകയും പിന്നെ കുറേ വലിയ ആൾക്കാർ ഫാമിലീസൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങി വരുന്നതേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അവിടെ കളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പൈപ്പിലാണ് ഇപ്പോൾ വെള്ളം എടുത്ത് കൊടുത്തത് കേട്ടോ, പൈപ്പ് തുറന്നിട്ട് കൊടുത്തത്. അപ്പോൾ അതിലിങ്ങനെ കുറേശ്ശെ ഇവരൊക്കെ ഇങ്ങനെ കളിക്കുക. കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ ബാക്കിലൊക്കെ ഒരു കുഞ്ഞ് കുട്ടിയുണ്ട്, ഒരു ബലൂണിലൊക്കെ വെള്ളമൊക്കെ ആക്കിയിട്ട് മേലൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് കേട്ടോ. അപ്പം അത് കണ്ട ഒരു കുട്ടീനെയാണ് ആ ചളിയിൽ, അവിടെ വെള്ളമാണ്, കറുത്ത ചളി വെള്ളത്തിലിട്ട് മുക്കുക ചെയ്യണത്. അപ്പോൾ അതിൽ മുക്കിയിട്ട് കാണിക്കുന്ന കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തേവി കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യണ കൊണ്ടാണ് എനിക്ക് പേടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ മുന്നോട്ടേക്കൊന്നും പോവാഞ്ഞത്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ. ഓരോരുത്തർ അങ്ങനെ ഡാൻസൊക്കെ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായി തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, ഞാൻ ദൂരേന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. എത്രത്തോളം ക്ലിയർ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പൈപ്പിൽ വെള്ളം അടിക്കും കേട്ടോ. അതിങ്ങനെ നമ്മുടെ ചെവിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടോ ചളിവെള്ളമാണ് കൊണ്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി ബാക്കിൽ പോയി നിൽക്കുക, ആരും കാണാതെ ഒളിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. മേലൊക്കെ മുഖത്തൊക്കെ നമുക്കിങ്ങനെ ഒരു കുറിയൊക്കെ തൊടുന്നതിന് കുഴപ്പമില്ല. ഒരുപാട് ഇങ്ങനെ പൊടിയാകുമ്പോൾ എനിക്കിങ്ങനെ ബ്രീത്തിങ്ങിന് പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറി മാറി നിന്നതാട്ടോ. പാറ്റേണൊക്കെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേറൊരു കളർ തന്നെയായിരുന്നു, ഒരു ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രൂപത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
അപ്പോൾ അതാ ഏട്ടനൊക്കെ അവിടെ സ്നാക്സ് കൊടുക്കുന്നിടത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടാൽ മനസ്സിലാവുകയില്ല, അങ്ങനത്തെ ഒരു രൂപത്തിലാട്ടോ. അപ്പോൾ അതാ ആമീൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവനൊന്ന് ഡാൻസ് ചെയ്തതാണ്. അപ്പോൾ അതാ കണ്ടാൽ മനസ്സിലാവുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ചളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, മേലൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. ആ ഹോളിക്കിട്ട ഡ്രസ്സ് പിന്നെ ഒരൊറ്റ എല്ലാവരുടെയും അടുത്ത് വലിച്ച് കളയുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ ഒരു ജാതി കളറൊക്കെ വാരി തേച്ചിട്ട് അവിടെ കണ്ടില്ല ചളി അത് എറിഞ്ഞ് ഇതാക്കണം. ബക്കറ്റിൽ ചളി കോരിക്കൊണ്ടുവരിക, എന്നിട്ട് തലയിലും ഒക്കെ ഇടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ വലിയ പൈപ്പ് പിന്നെ ഓൺ ചെയ്യുമ്പോഴാണ് അതിങ്ങനെ വെള്ളം അടിച്ച് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നല്ല രസം, അത് കാണാം കേട്ടോ. അപ്പോൾ മേലേക്ക് നമ്മളെവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്കും ഒരു ഇങ്ങനെ വെള്ളം അടിച്ച് കയറ്റും കേട്ടോ. അപ്പോൾ അതാ വലിയ പൈപ്പ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിലാണ് കേട്ടോ വെള്ളം. ഇതിപ്പോൾ ലാസ്റ്റ് ഹോളീൻ്റെ കളിയൊക്കെ കഴിയാറായി തുടങ്ങുമ്പോഴാട്ടോ ഈ വലിയ പൈപ്പ് ഓൺ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം എല്ലായിടത്തിലേക്കും ഇങ്ങനെ അടിച്ച് കയറ്റുക കേട്ടോ ചെയ്യുക. ഈ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരവർ വീട്ടിലേക്കൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് പിന്നെ നമുക്ക് അവിടെ തന്നെ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന ആ സമയത്തൊക്കെ ആയപ്പം പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ഒന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എല്ലാവരും ഫ്രഷായി വന്നതിന് ശേഷമായിരുന്നു ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പിരിഞ്ഞ് പോവുക കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതാ കണ്ടില്ലേ വെള്ളം അങ്ങനെ അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ചെവിയിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഞാനൊന്നും പോകാതിരുന്നത്. അപ്പോൾ ഇതാ നല്ല മോളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അതിൽ എന്തൊക്കെയോ കളിക്കുന്നതെന്ന് അറിയാം. അവിടെ പിന്നെ വെള്ളം തളം കെട്ടിയിട്ട് ഒരു കുളം വാരി ആക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു കേട്ടോ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്